ബൈക്ക് പിന്നെ വിഷു എടുക്കട്ടെ. മൊണാലിസയും മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തുകയാണ്. മൊണാലിസയും ആൺ സുഹൃത്തും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുന്നു. അവരുടെ വിവാഹം അല്പസമയത്തിനകം തന്നെ നടക്കും. അവരുടെ എല്ലാ ഒരുക്കങ്ങളും നേരത്തെ തന്നെ പൂർണ്ണമായിരുന്നു. അല്പസമയത്തിനകം അവരുടെ വിവാഹം നടക്കും. കേരളത്തിൽ അഭയം തേടി എത്തിയതാണ് മൊണാലിസയും ആൺ സുഹൃത്തും. വിവാഹവേഷത്തിൽ ഉള്ള മൊണാലിസയാണ് നമ്മൾ കാണുന്നത്. CPM മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് വിവാഹ ചടങ്ങുകൾ ഇപ്പോൾ നടക്കാൻ പോകുന്നത്. പിതാവ് മറ്റൊരു വിവാഹത്തിന് നിർബന്ധിച്ചതിനെ തുടർന്നാണ് ആൺ സുഹൃത്തുമായി മൊണാലിസ കേരളത്തിലേക്ക് എത്തിയത്. തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ ഇരുവരും അഭയം തേടി അവിടെ നിന്ന് പരാതി നൽകിയ ശേഷം ഇരുവരും മടങ്ങുകയായിരുന്നു. ഇരുവരുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. ഷൂട്ടിങ്ങിനായാണ് ഇരുവരും കേരളത്തിലെത്തിയത്. അങ്ങനെ പോലീസിന്റെ നിയമസഹായം ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഇഷ്ടപ്പെട്ട പുരുഷനെ വിവാഹം കഴിക്കാൻ ഇപ്പോൾ മൊണാലിസ ഒരുങ്ങുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിലാണ് ഇപ്പോൾ ചടങ്ങുകൾ നടക്കാൻ പോകുന്നത്. കുംഭമേളയിലെ വൈറൽ താരം മൊണാലിസയ്ക്ക് അല്പസമയത്തിനകം തന്നെ വിവാഹം നടക്കും. വിവാഹത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. മൊണാലിസ ഇപ്പോൾ ആൺ സുഹൃത്തിനൊപ്പം ക്യാമറയ്ക്ക് മുന്നിലേക്ക് എത്തിയത് നമ്മൾ കണ്ടതാണ്. വിവാഹ വേഷത്തിൽ എത്തിയ മൊണാലിസയെ നമ്മൾ കണ്ടതാണ്. അല്പസമയത്തിനകം തന്നെ അവരുടെ വിവാഹം നടക്കും. നൈനാർ ക്ഷേത്രത്തിൽ എല്ലാ വിധത്തിലുള്ള ഒരുക്കങ്ങളും നേരത്തെ പൂർണ്ണമായിരുന്നു. അരുമാനൂർ നൈനാർ ക്ഷേത്രത്തിലാണ് ഈ ചടങ്ങുകൾ നടക്കാൻ പോകുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, മന്ത്രി V ശിവൻകുട്ടി, A റഹീം MP തുടങ്ങിയവരെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. എല്ലാവരും കുറച്ചു സമയമായി കാത്തിരിക്കുകയായിരുന്നു. ഈ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് അവർ എത്തിയത്. CPM അല്ല ഇത് നടത്തുന്നത്. അവർ ഇവിടേക്ക് എത്തി ആ വിവാഹത്തിന്റെ വാർത്ത അറിഞ്ഞതുകൊണ്ട് തങ്ങൾ എത്തുകയായിരുന്നു എന്നതാണ് A റഹീം ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടിയത്. ഇതാണ് കേരളത്തിന്റെ യഥാർത്ഥ സ്റ്റോറി. വിവാഹം സ്വർഗത്തിലാണ് നടക്കുന്നത്. ആ സ്വർഗമാണ് കേരളമെന്ന് A റഹീം ഉൾപ്പെടെയുള്ളവർ സൂചിപ്പിച്ചു. 3 പേരും മന്ത്രിയും MPയും CPM സംസ്ഥാന സെക്രട്ടറിയും സൂചിപ്പിച്ചത് ഇതാണ് യഥാർത്ഥത്തിലെ കേരള സ്റ്റോറി. ഇത് രാജ്യത്തിനും ലോകത്തിനുമുള്ള കേരളത്തിന്റെ സന്ദേശമാണ് എന്നതാണ് സൂചിപ്പിച്ചത്. കേരളത്തിൽ അഭയം തേടിയാണ് ഇരുവരും എത്തിയത്. ഇപ്പോൾ അവരുടെ വിവാഹം അവിടെ നടക്കാൻ പോവുകയാണ്. മാധ്യമങ്ങളുടെ ഒരു വലിയ നിര തന്നെ അവിടെയുണ്ട്. മൊണാലിസയ്ക്ക് ഒരു കുംഭമേളയ്ക്കിടയിൽ യൂട്യൂബർമാർ പകർത്തിയ ചിത്രങ്ങളിലൂടെയാണ് മൊണാലിസ ഈ രാജ്യത്താകെ വൈറലായത്, വലിയ രീതിയിൽ ആരാധക വൃന്ദം സൃഷ്ടിച്ചത്. അതിനുശേഷം ബോളിവുഡ് ചിത്രങ്ങളിൽ ഉൾപ്പെടെ അഭിനയിച്ചു. ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ടാണ് മൊണാലിസ കേരളത്തിലും എത്തിയത്. സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട മഹാരാഷ്ട്ര സ്വദേശി ഫർമാൻ ഖാനുമായാണ് മൊണാലിസയുടെ വിവാഹം നടക്കാൻ പോകുന്നത്. പ്രണയം വീട്ടുകാർ എതിർത്തതോടെ പോലീസിൽ സംരക്ഷണം തേടിയ മൊണാലിസയുടെ വിവാഹം അല്പസമയത്തിനകം തന്നെ നടക്കും. കേരളത്തിലെ സിനിമാ ചിത്രീകരണത്തിനിടെയാണ് ഇരുവരും അഭയം തേടി തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലെത്തുന്നത്. മൊണാലിസ അഭിനയിക്കുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വിഴിഞ്ഞം പൂവാറിൽ വെച്ചാണ് നടക്കുന്നത്. ഈ ചിത്രത്തിലെ നായകനായ യുവാവുമായി പ്രണയത്തിലാവുകയായിരുന്നു. വീട്ടുകാർ ഇത് എതിർത്തതോടെയാണ് ഇരുവരും തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ സംരക്ഷണം തേടി എത്തിയത്. മൊണാലിസ ഭോസ്ലെയും യുവാവുമായുള്ള ബന്ധത്തോട് പിതാവടക്കമുള്ള ബന്ധുക്കൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അവർ മറ്റൊരു യുവാവിനെ കൊണ്ട് മൊണാലിസയുടെ വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ട് കേരളത്തിലേക്ക് എത്താൻ മൊണാലിസയെ പ്രേരിപ്പിച്ചത്. തുടർന്നാണ് പോലീസ് സ്റ്റേഷനിൽ അഭയം തേടി സംരക്ഷണം ആവശ്യപ്പെട്ടത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് വിവാഹവേഷത്തിൽ ഉള്ള മൊണാലിസയാണ്. മൊണാലിസയ്ക്കൊപ്പം
ഫർഹാനെയും നമുക്ക് കാണാം. പ്രായപൂർത്തിയായവരാണ് ഇരുവരും. അതുകൊണ്ട് തന്നെ അവർക്ക് സുരക്ഷ വാഗ്ദാനം ചെയ്തു പോലീസ്. അതിനെ തുടർന്നാണ് ഇരുവരും വിവാഹത്തിന് തയ്യാറെടുത്തത്. ഇപ്പോൾ വിവാഹം അല്പസമയത്തിനകം തന്നെ നടക്കും. മൊണാലിസയുടെ കല്യാണം അല്പസമയത്തിനകം തന്നെ നടക്കും. വി അരുൺ ചേരുകയാണ്. അരുൺ, എന്താണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? വിവാഹ പന്തലിലേക്ക് എത്തിയോ ഇരുവരും? അരുൺ, കേൾക്കാമോ? വലിയ തിരക്കാണ് അവിടെ മാധ്യമങ്ങളുടെ വലിയ നിര തന്നെയുണ്ട്. മലയാളത്തിൽ സംസാരിക്കാൻ അറിയില്ല മൊണാലിസ, പക്ഷേ എന്നാലും മൊണാലിസ എന്ത് പറയുന്നു എന്നത് കേൾക്കാൻ എല്ലാവരും കാതോർത്തിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. വിവാഹവേഷത്തിൽ മൊണാലിസയെ കാണുകയാണ്. മഹാരാഷ്ട്ര സ്വദേശിയാണ് മൊണാലിസയുടെ വരൻ. ഇപ്പോൾ അവർ ആ മണ്ഡപത്തിനടുത്തേക്ക് എത്തുകയാണ്. അരുമാനൂർ നൈനാർ ക്ഷേത്രത്തിലാണ് ഇരുവരുടെയും വിവാഹ ചടങ്ങ് നടക്കാൻ പോകുന്നത്. പ്രായപൂർത്തിയായ വ്യക്തികളാണ്. അവർക്ക് ഇഷ്ടപ്പെട്ടവർക്കൊപ്പം കഴിയാനുള്ള അവകാശം നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട്. പക്ഷേ അവിടെ പിതാവിൻ്റെ വലിയ എതിർപ്പ് അവരുടെ വിവാഹത്തിനുണ്ടായിരുന്നു. മറ്റൊരു പുരുഷനുമായി വിവാഹം കഴിക്കാൻ വീട്ടുകാർ വലിയ രീതിയിൽ നിർബന്ധം പുലർത്തിയ സാഹചര്യത്തിലാണ് മൊണാലിസ ആൺ സുഹൃത്തിനൊപ്പം കേരളത്തിലേക്ക് എത്തിയത്. വി അരുൺ ചേരുകയാണ്. അരുൺ, മൊണാലിസ വിചാരിച്ചതുപോലെ ആഗ്രഹിച്ചതുപോലെയുള്ള വിവാഹത്തിനാണ് ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമായിരിക്കുന്നത്. വിവാഹ മണ്ഡപത്തിലേക്ക് ഇരുവരും എത്തിയോ? ഇപ്പോൾ അവർ ക്ഷേത്ര ദർശനം നടത്തുകയാണ്. ക്ഷേത്രത്തിൽ അവർ പ്രദക്ഷിണം വയ്ക്കുകയാണ്. അതിനുശേഷമാകും അവർ അവിടേക്ക് ഗുരുദേവന്റെ മുന്നിലാണ് താലികെട്ട്, ഗുരുദേവ പ്രതിഷ്ഠയുടെ മുന്നിലാണ് താലികെട്ട്. അവിടേക്ക് അല്പസമയത്തിനകം എത്തും. ഇപ്പോൾ രണ്ടുപേരും ക്ഷേത്ര ഉൾവശമാണുള്ളത്. അവിടെ പ്രദക്ഷിണം വയ്ക്കുകയാണ്, ക്ഷേത്ര ദർശനം നടത്തുകയാണ്. അതിനുശേഷമാകും രണ്ടുപേരും വിവാഹത്തിനായി താലികെട്ടലിനായി അവിടേക്ക് എത്തുന്നത്. ഏതായാലും അവർ ഇപ്പോഴും ക്ഷേത്രത്തിനുള്ളിൽ തന്നെയാണ്. അവിടെ അവർ അരുൺ ഇപ്പോൾ അവർ പുറത്തേക്ക് വരുമ്പോൾ അവരുടെ നാട്ടിൽ നിന്നുള്ള ഏതെങ്കിലും ബന്ധുക്കൾ അവരെ അനുഗമിക്കുന്നുണ്ടോ? ഇനി വിവാഹത്തിന് പ്രധാന ചടങ്ങുകളിലൊക്കെ ആരായിരിക്കും നേതൃത്വം കൊടുക്കുക? അവർക്കൊപ്പം മറ്റാരും ഉള്ളതായി അറിയില്ല. ക്ഷേത്രത്തിലെ ഭാരവാഹികളും അതുപോലെ നേരത്തെ നമ്മൾ കണ്ട പൊതുപ്രവർത്തകരും അതുപോലെ തന്നെ ഉള്ള ശരി അരുൺ, അവിടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. അതിൻ്റെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത്. എന്തായാലും മറ്റാരുമില്ല, അവർ രണ്ടുപേരും മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളും മറ്റ് അവിടെ എത്തിയിട്ടുള്ള നമ്മൾ നിരവധി പേരെ കണ്ടു. രാഷ്ട്രീയ രംഗത്തുള്ള ആളുകളെ കണ്ടു, മറ്റ് പൊതുപ്രവർത്തകരെ കണ്ടിട്ടുണ്ട്. അവിടുത്തെ സാമൂഹ്യ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ നിരവധി പേർ ഈ വിവാഹം അവിടെ നടക്കുന്നു എന്നതറിഞ്ഞ് അവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരെല്ലാവരും കൂടി ചേർന്ന് എന്തായാലും മൊണാലിസയുടെ ആഗ്രഹപ്രകാരം ആ വിവാഹം നടത്തും. അത് ഭംഗിയായി നടത്താനുള്ള എല്ലാ വിധത്തിലുമുള്ള ഒരുക്കങ്ങൾ അവിടെ പൂർണ്ണമായിരിക്കുകയാണ്. മൊണാലിസ എന്താണോ ആഗ്രഹിച്ചത് അത് നടക്കുന്ന നിമിഷങ്ങളാണ്. ആ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടിയാണ് മൊണാലിസ കേരളത്തിലേക്ക് എത്തിയത്, കേരളത്തിൽ അഭയം തേടിയത്. ഇവിടെ ഒരു സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് നേരത്തെയും മൊണാലിസ എത്തിയിരുന്നു. അങ്ങനെ കണ്ടറിഞ്ഞ കേരളം, അവിടെ തങ്ങൾ സുരക്ഷിതരായിരിക്കുമെന്ന ബോധ്യത്തിലാണ് മൊണാലിസ അവിടെ എത്തിയത്. പോലീസിനെ കണ്ടു, വിവരങ്ങളൊക്കെ ധരിപ്പിച്ചു. ആദ്യം മൊണാലിസയെ പോലീസ് സ്റ്റേഷനിലുള്ള പോലീസുകാർക്ക് മനസ്സിലായില്ല. പിന്നീടാണ് അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. ഇരുവരും പ്രായപൂർത്തിയായവരാണ് എന്ന് ബോധ്യപ്പെട്ടു. തുടർന്ന് അവരുടെ വിവാഹത്തിനുള്ള സംരക്ഷണം പോലീസ് ഉറപ്പു നൽകുകയായിരുന്നു. അതിനെ തുടർന്നാണ് അവർ ഇവിടെ
അവിടുത്തെ നൈനാർ ക്ഷേത്രത്തിലേക്ക്, അരുമാനൂരിലെ നൈനാർ ക്ഷേത്രത്തിലേക്ക് എത്തുന്നതും അവിടെ വിവാഹത്തിനുള്ള എല്ലാ വിധത്തിലുള്ള ഏർപ്പാടുകൾ ചെയ്തതും അവർ തന്നെ വാങ്ങി നൽകിയ താലി, വിവാഹ താലി, അത് ക്ഷേത്രത്തിൽ നേരത്തെ പൂജിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ അവരുടെ വിവാഹം അവിടെ നടക്കും. അവർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കുംഭമേളയിൽ അവിടെ മാല വിൽപ്പനക്കാരിയായി നിന്ന മൊണാലിസ, ഒരൊറ്റ ചിത്രത്തിലൂടെ എല്ലാവരുടെയും മനം കവർന്ന മൊണാലിസ വിവാഹിതയാവാൻ പോവുകയാണ്. മഹാരാഷ്ട്ര സ്വദേശിയാണ് വരൻ, ഫർമാൻ ഖാൻ. മഹാരാഷ്ട്ര സ്വദേശി ഫർമാൻ ഖാനാണ് വരൻ. അവർ സമൂഹ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ടവരാണ്. ഫർമാൻ ഖാനുമായുള്ള മൊണാലിസയുടെ വിവാഹം അല്പസമയത്തിനകം തന്നെ നടക്കും. CPM സംസ്ഥാന സെക്രട്ടറി മന്ത്രി വി ശിവൻകുട്ടി, എ റഹീം MLA തുടങ്ങിയവർ ഈ വിവാഹ ചടങ്ങിൽ സാക്ഷികളാകാൻ വേണ്ടി അവിടേക്ക് എത്തിയിട്ടുണ്ട്. മധ്യപ്രദേശിൽ നിന്ന് കേരളത്തെ വിശ്വസിച്ച് കേരളം സുരക്ഷിതമാണ് എന്ന് കണ്ട് ഇവിടേക്ക് അഭയം തേടി എത്തിയ വ്യക്തിയാണ് മൊണാലിസ. അതുകൊണ്ട് തന്നെ എല്ലാ വിധത്തിലുമുള്ള സംരക്ഷണം ഒരുക്കുക, ആ ചടങ്ങിൽ സാന്നിധ്യമാവുക എന്നത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് CPM നേതാക്കൾ ഉൾപ്പെടെ അവിടെ എത്തിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.